യോശുവ അധ്യായം 11 ബൈബിൾ ക്വിസ്. യാബീൻ ആരായിരുന്നു? ഹാസോർ രാജാവ്. മാദോൻ രാജാവ് ആരായിരുന്നു? യോബാബ്. യോശുവ അമ്മോര രാജാക്കന്മാരെ കീഴടക്കിയെന്ന് കേട്ടപ്പോൾ ഹാസോർ രാജാവ് ഏതൊക്കെ രാജാക്കന്മാരുടെ അടുക്കലാണ് ആളയച്ചത്? മാദോൻ രാജാവായ യോബാബ്, ശിമ്രോൻ രാജാവ്, അക്ഷാഫ് രാജാവ് എന്നിവരുടെ അടുക്കലും വടക്ക് മലമ്പ്രദേശത്തും കിന്നരോത്തിന് തെക്ക് സമഭൂമിയിലും താഴ്വീതിയിലും പടിഞ്ഞാറ് ദോർമേടുകളിലുമുള്ള രാജാക്കന്മാരുടെ അടുക്കലും കിഴക്കും പടിഞ്ഞാറുമുള്ള കനാന്യർ, പർവ്വതങ്ങളിലെ അമോര്യർ, ഹിത്യർ, പെരിസ്യർ, യെബൂസ്യർ, മിസ്പെ ദേശത്ത് ഹെർമോന്റെ അടിവാരത്തുള്ള ഹിവ്യർ എന്നിവരുടെ അടുക്കലും ആളയച്ചു. ഹിവ്യർ എവിടെ താമസിച്ചിരുന്നു? മിസ്പെ ദേശത്ത് ഹെർമോന്റെ അടിവാരത്ത്. അനവധി ജനവും എത്രയും വളരെ കുതിരകളും രഥങ്ങളും കൂടിയ സൈന്യവുമായി ഇസ്രയേലിനോട് യുദ്ധം ചെയ്യുവാൻ പുറപ്പെട്ട രാജാക്കന്മാർ പെരുപ്പത്തിൽ എങ്ങനെയായിരുന്നു? പെരുപ്പത്തിൽ കടൽക്കരയിലെ മണൽ പോലെയായിരുന്നു. ഇസ്രയേലിനോട് യുദ്ധം ചെയ്യുവാൻ പുറപ്പെട്ട രാജാക്കന്മാർ എങ്ങനെയാണ് പുറപ്പെട്ടത്? അനവധി ജനവും എത്രയും വളരെ കുതിരകളും രഥങ്ങളും കൂടിയ സൈന്യവുമായി പുറപ്പെട്ടു. ആ രാജാക്കന്മാരെല്ലാം ഒന്നിച്ചുകൂടി എവിടെ വന്നു പാളയമിറങ്ങി? മേരോം തടാകത്തിനരികെ വന്നു ഒരുമിച്ച് പാളയമിറങ്ങി. യാബീൻ വിളിച്ചുകൂട്ടിയ എല്ലാ രാജാക്കന്മാരും യോശുവയ്ക്കെതിരെ യുദ്ധം ചെയ്യുവാൻ ഒത്തുകൂടിയപ്പോൾ യഹോവ യോശുവയ്ക്ക് എന്ത് ഉറപ്പ് നൽകി? അവരെ പേടിക്കേണ്ട, ഞാൻ നാളെ ഈ നേരം അവരെയൊക്കെയും ഇസ്രയേലിൻ്റെ മുമ്പിൽ ചത്തു വീഴുമാറാക്കും. അവരുടെ കുതിരകളോട് എന്ത് ചെയ്യണമെന്നാണ് യഹോവ യോശുവയോട് കൽപ്പിച്ചത്? അവരുടെ കുതിരകളുടെ കുതിഞരമ്പ് വെട്ടി രഥങ്ങൾ തീയിലിട്ട് ചുട്ടുകളയണം. യോശുവയും പടജ്ജനവും അവരെ ആക്രമിച്ചത് എവിടെ വച്ച്? മേരോം തടാകത്തിനരികെ. ഇസ്രയേലും യാബീൻ വിളിച്ചുകൂട്ടിയ എല്ലാ രാജാക്കന്മാരും അവരുടെ സൈന്യങ്ങളും തമ്മിലുള്ള യുദ്ധത്തിൻ്റെ ഫലം എന്തായിരുന്നു? യഹോവ അവരെ ഇസ്രയേലിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. മേരോം തടാകത്തിനരികെ വന്ന് ഒരുമിച്ച് പാളയമിറങ്ങിയ രാജാക്കന്മാരുടെ സൈന്യങ്ങളെ യോശുവയും പടജ്ജനും ഒക്കെയും എത്രത്തോളം ഓടിച്ചു? അവർ അവരെ തോൽപ്പിച്ച് മഹാനഗരമായ സീദോൻ വരെയും മിസ്രഫ്രോത്ത് മയിം വരെയും കിഴക്കോട്ട് മിസ്പ താഴ്വര വരെയും അവരെ ഓടിച്ചു. മേരോം തടാകത്തിനരികെ വന്ന് ഒരുമിച്ച് പാളയമിറങ്ങിയ രാജാക്കന്മാരുടെ സൈന്യങ്ങളെ യോശുവയും പടജ്ജനും ഒക്കെയും എങ്ങനെ സംഹരിച്ചു? ആരും ശേഷിക്കാതെ വണ്ണം. യഹോവ തന്നോട് കൽപ്പിച്ചതുപോലെ യോശുവ കുതിരകളോടും രഥങ്ങളോടും എന്ത് ചെയ്തു? അവരുടെ കുതിരകളുടെ കുതിഞരമ്പ് വെട്ടി രഥങ്ങൾ തീയിലിട്ട് ചുട്ടുകളഞ്ഞു.
ആ സമയത്ത് യോശുവ തിരിഞ്ഞ് ഏത് പട്ടണം പിടിച്ചു, ആരെ വാൾ കൊണ്ട് കൊന്നു? ഹാസോർ പട്ടണം പിടിച്ചു, അതിലെ രാജാവിനെ വാൾ കൊണ്ട് കൊന്നു. മുമ്പേ ഹാസോർ എന്തായിരുന്നു? ഹാസോർ മുമ്പേ ആ രാജ്യങ്ങൾക്കൊക്കെയും മൂലസ്ഥാനമായിരുന്നു. യാബീൻ വിളിച്ചുകൂട്ടിയ എല്ലാ രാജാക്കന്മാരുടെയും അവരുടെ സൈന്യങ്ങളുടെയും മേലുള്ള യുദ്ധത്തിനും വിജയത്തിനും ശേഷം യോശുവ ഏത് നഗരത്തെയാണ് തീ കൊടുത്ത് ചുട്ടുകളഞ്ഞത്? ഹാസോരിനെ. ആരെയാണ് യോശുവ പിടിച്ച് വാളിൻ്റെ വായ്ത്തലയാൽ വെട്ടി നിർമൂലമാക്കി കളഞ്ഞത്? ആ രാജാക്കന്മാരുടെ എല്ലാ പട്ടണങ്ങളെയും അവയിലെ രാജാക്കന്മാരെ ഒക്കെയും. കുന്നുകളിലെ പട്ടണങ്ങളിൽ യോശുവ ചുട്ടുകളഞ്ഞ ഏക പട്ടണം ഏതാണ്? ഹാസോർ. ഏതെല്ലാം വസ്തുക്കൾ ഇസ്രായേൽ മക്കൾ തങ്ങൾക്കായിട്ട് തന്നെ എടുത്തു? ഈ പട്ടണങ്ങളിലെ കൊള്ളയൊക്കെയും കന്നുകാലികളെയും. ഇസ്രായേൽ മക്കൾ ഈ പട്ടണങ്ങളിലെ മനുഷ്യരെ ഒക്കെയും എന്തു ചെയ്തു? വാളിൻ്റെ വായ്ത്തലയാൽ സംഹരിച്ചു. യഹോവ ആരോട് കൽപ്പിച്ചതുപോലെ മോശ യോശുവയോട് കൽപ്പിച്ചു. യഹോവ തൻ്റെ ദാസനായ മോശയോട് കൽപ്പിച്ചതുപോലെ. യോശുവ ഏതെല്ലാം ദേശങ്ങൾ പിടിച്ചെടുത്തു? മലനാടും തെക്കേ ദേശമൊക്കെയും ഗോശൻ ദേശമൊക്കെയും താഴ്വീതിയും അരാബയും ഇസ്രായേൽ മലനാടും താഴ്വീതിയും സെയിരിലേക്കുള്ള കയറ്റത്തിൻ്റെ മൊട്ടക്കുന്ന് തുടങ്ങി ഹെർമോൻ പർവ്വതത്തിൻ്റെ അടിവാരത്തുള്ള ലെബനോൻ താഴ്വരയിലെ ബാൽഗാദ് വരെയുള്ള ദേശമൊക്കെയും യോശുവ പിടിച്ചു. ബാൽഗാദ് വരെയുള്ള ദേശം എവിടെയായിരുന്നു? ഹെർമോൻ പർവ്വതത്തിൻ്റെ അടിവാരത്തുള്ള ലെബനോൻ താഴ്വരയിൽ. യോശുവ പിടിച്ചെടുക്കാതെ സഖ്യത ചെയ്ത പട്ടണം ഏതാണ്? ഗിബിയോൻ നിവാസികളായ ഹിവ്യർ. യാബീൻ വിളിച്ചു കൂട്ടിയ എല്ലാ രാജാക്കന്മാരും നെഞ്ചുറപ്പിച്ച് ഇസ്രായേലിനോട് യുദ്ധത്തിന് പുറപ്പെടേണ്ടതിന് യഹോവ സംഗതി വരുത്തിയതെന്തുകൊണ്ട്? യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ അവരെ നിർമൂലമാക്കുകയും കരുണ കൂടാതെ നശിപ്പിക്കുകയും ചെയ്യുവാൻ തക്കവണ്ണം. ഏതൊക്കെ സ്ഥലങ്ങളിൽ നിന്നാണ് അനാക്യരെ യോശുവ നിർമൂലമാക്കിയത്? മലനാടായ ഹെബ്രോൻ, ദെബീർ, അനാബ്, യഹൂദ മലനാട്, ഇസ്രയേലിലെ മലനാട് എന്നീ ഇടങ്ങളിൽ നിന്നൊക്കെയും. അനാക്കർ എവിടെ മാത്രമാണ് അവശേഷിച്ചത്? ഗസ്സയിലും ഗത്തിലും അസ്തോദിലും. യുദ്ധത്തിൽ നിന്ന് ദേശത്തിന് എപ്പോഴാണ് സ്വസ്ഥത ലഭിച്ചത്? യോശുവ ദേശം മുഴുവനും പിടിച്ച് യോശുവ അതിനെ ഇസ്രായേലിന് ഗോത്രവിഭാഗപ്രകാരം ഭാഗിച്ചു കൊടുത്തു. ഇങ്ങനെ യുദ്ധം തീർന്നപ്പോൾ
ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.